2000 ആണ്ടുകളുടെ തുടക്കത്തിൽ ഫുട്ബോൾ ലോകത്തെ കളിയഴക് കൊണ്ട് വിസ്മയിപ്പിച്ച ബ്രസീലിയനായിരുന്നു റിക്കാർഡോ ഐസക്സൺ ഡോസ് സാന്റോസ് ലീറ്റെ അഥവാ റിക്കാർഡോ കക്ക. സമ്പന്നതയുടെ തണലിൽ വളർന്ന ഈ ബ്രസീലിയൻ പ്രതിഭയ്ക്ക് ഒരു സാധാരണ ബ്രസീലിയൻ തെരുവുപാലന്റെ പോരാട്ടക്കഥകളൊന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ 18-ാം വയസ്സിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ വെച്ച് സംഭവിച്ച അപകടം ഒരു മിന്നൽ പിണർ പോലെ അയാളുടെ കരിയറിന് മേൽ ഭീഷണിയായിരുന്നു. നട്ടെല്ലിനേറ്റ ഗുരുതരമായ പരിക്കിൽ നിന്നും ദൈവത്തിന്റെ കൃപയാൽ മാത്രം കക്ക കളിക്കളത്തിലേക്ക് അത്ഭുതകരമായി തിരികെ നടന്നു. ഒരിക്കലും ഫുട്ബോൾ മൈതാനത്തേക്ക് ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് കരുതിയിടത്തു നിന്നും അയാൾ ലോക ഫുട്ബോളിൽ പലർക്കും എത്തിപ്പിടിക്കാനാവാത്ത നേട്ടങ്ങളുടെ കൊടുമുടികൾ കയറി. 2003 8.5 മില്യൺ എന്ന തുച്ഛമായ വിലക്ക് സാവോപോളോയിൽ നിന്നും ഇറ്റാലിയൻ ഭീമന്മാരായ AC മിലാനിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ കക്കയുടെ വ്യക്തിത്വം തന്നെ ഒരു പ്രഹേളികയായിരുന്നു. മാൾഡീനിയും നെസ്റ്റയും ഗട്ടൂസോയും എല്ലാം അടങ്ങിയ താരപ്രഭാവം നിറഞ്ഞ മിലാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് കടന്നു വന്ന ആ യുവതാരത്തെ കണ്ട് കോച്ച് കാർലോ ആൻസലോട്ടി അമ്പരന്നുപോയി. പ്രതിഭാതനായ കളിക്കാരൻ എന്ന് കരുതി ക്ലബ്ബ് കരാറൊപ്പിട്ടത് ഈ കോളേജ് പയ്യനുമായിട്ടാണോ? ക്ലബിന് തെറ്റുപറ്റിയോ എന്ന് ആശങ്കപ്പെട്ടു ആൻസലോട്ടി. അക്കാലത്തെ മറ്റ് ബ്രസീലിയൻ താരങ്ങളുടെ പ്രൗഢിയോ ആഡംബരമോ ഇല്ലാതെ വിനയവും ലാളിത്യവും മാത്രം കൈമുതലാക്കിയ ആ 21-കാരനെ ആൻസലോട്ടി ആദ്യം ദുർബലൻ തെറ്റിദ്ധരിച്ചെങ്കിലും പരിശീലനം ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇത് വിനയത്തിന്റെ പുറന്തോടുള്ള ഒരു അഗ്നിപർവ്വതമാണെന്ന്. സാൻസീറോയുടെ പുൽമൈതാനത്ത് ആ കോളേജ് പയ്യൻ സൗന്ദര്യവും കാര്യക്ഷമതയും സമന്വയിപ്പിച്ച ഒരു കളിശൈലിക്ക് രൂപം നൽകി. മിന്നൽ വേഗവും പ്ലേമേക്കറുടെ കൃത്യതയുള്ള പാസുകളുമായി കക്ക മിലാൻ മധ്യനിരയിൽ ഒരു കൊടുക്കാറ്റായി. കക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അയാളുടെ അപാരമായ വേഗതയായിരുന്നു. പന്തുകൊണ്ട് എതിരാളികളുടെ മധ്യനിരയെയും പ്രതിരോധ നിരയെയും കീറിമുറിച്ച് മുന്നോട്ട് കുതിക്കുന്ന അയാളെ കണ്ട് ഫുട്ബോൾ ലോകം അമ്പരന്നു. പന്തിന്മേൽ അയാൾക്കുണ്ടായിരുന്ന നിയന്ത്രണം, കൃത്യതയുള്ള ത്രൂ പാസുകൾ, ബോക്സിന് പുറത്തു നിന്നുള്ള തകർപ്പൻ ഷോട്ടുകൾ, ഫ്രീ കിക്കുകൾ ഗോളാക്കാനുള്ള അസാമാന്യ വൈഭവം, ഫിനിഷിംഗിലെ കൃത്യത, ഇവയെല്ലാം കൈമുതലാക്കി അയാൾ ഇറ്റാലിയൻ ഫുട്ബോളിന്റെ ഈറ്റില്ലമായ സാൻസീറോയിൽ ഒരു രാജകുമാരനെ പോലെ അരങ്ങ് തകർത്തു. AC മിലാനെ അയാൾ സീരി എ കിരീടത്തിലേക്കും 2006-07 സീസണിലെ ചാമ്പ്യൻസ് ലീഗിന്റെ മഹിമയിലേക്കും നയിച്ചു. ഈ സുവർണ പ്രകടനത്തിന് ലോകം നൽകിയ കിരീടമായിരുന്നു 2007 ബാലൻ ഡിയോർ. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി യുഗത്തിനു മുമ്പുള്ള അവസാനത്തെ വ്യക്തിഗത സിംഹാസനം. അയാൾക്ക് ശേഷം മറ്റൊരു ബ്രസീലിയൻ കളിക്കാരനും ബാലൻ ഡിയോർ എന്ന കനക കിരീടം ഒരു സ്വപ്നമായി ഇന്നും അവശേഷിക്കുന്നു. ലോകകപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ബാലൻ ഡിയോർ എന്നിവ നേടിയ അപൂർവം ചില താരങ്ങളിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യവും 2007 കക്കയെ തേടിയെത്തി. 2009 ലോക റെക്കോർഡ് തുകക്ക് കക്ക റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറി. പക്ഷെ മാഡ്രിഡിലെ അയാളുടെ യാത്ര പരിക്കുകളുടെ നിഴലിലായിരുന്നു. കാൽമുട്ടിനേറ്റ പരിക്ക് കരിയറിന്റെ വേഗതയെ തളർത്തി. മാഡ്രിഡിനായി ലാലിഗ കിരീടം നേടിയിട്ടും മിലാനിലെ പ്രകടനം അയാൾക്ക് വീണ്ടെടുക്കാനായില്ല. പരിക്കിൽ നിന്ന് മുക്തനാകാൻ സാധിക്കാതെ വന്നതോടെ അയാൾ ഒരിക്കൽ കൂടെ തന്നെ താനാക്കിയ മിലാനിലേക്ക് തിരികെ പോയി. ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സി അയാൾക്ക് എന്നും ഒരു അഭിമാനമായിരുന്നു. 20-ാം വയസ്സിൽ 2002 ലോകകപ്പ് മെഡൽ കഴുത്തിലണിഞ്ഞ അയാൾ 2009 കോൺഫെഡറേഷൻ കപ്പിൽ ഗോൾഡൻ ബോളും നേടി. 2017 അമേരിക്കയിലെ ഒർലാൻഡോ സിറ്റിയിൽ വെച്ച് അയാൾ പ്രൊഫഷണൽ ഫുട്ബോളിനോട് വിട പറഞ്ഞു. കക്കയെ കാലം ഓർക്കുന്നത് വേഗതയുടെ പ്രതിഭയായി മാത്രമല്ല, വിനയം കൊണ്ട് ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കിയ മാതൃകാപരമായ വ്യക്തിത്വത്തിന്റെ ഉടമയുമായിട്ടാണ്. പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത ബ്രസീലിയൻ മണ്ണിൽ നിന്നും കക്കയുടെ നേട്ടങ്ങൾ എത്തിപ്പിടിക്കുന്ന മറ്റൊരു കക്ക ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.